എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് മാമും കായിഡോ ഇപ്പോൾ ജീവനുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോന് ഒരു ടാർഗറ്റ് ഉണ്ട്, 500 ലൈക്ക്, അതുപോലെ തന്നെ 2300 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇപ്പം നമ്മുടെ ചാനലിൽ 2271 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ 2300 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബിഗ് മാമും അതുപോലെ തന്നെ കായിഡോവും നമ്മുടെ വോൾക്കാനോയിൽ വീണിട്ടാണ് മരിക്കുന്നതല്ല, അവിടെയാണ് അവരെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇങ്ങനൊരു സംശയം എല്ലാവരുടെ ഇടയിലും വരാൻ കാരണം നമുക്കറിയാം നമ്മുടെ കായിഡോവും ബിഗ് മാമും എത്രമാത്രം ഡ്യൂറബിൾ ആണെന്ന്. അങ്ങനെയുള്ള ഇവർ രണ്ടുപേരും ഈ വോൾക്കാനോയിൽ വീണതുകൊണ്ട് മരിച്ചു പോകുമോ, ഇതാണ് എല്ലാവരുടെ ഇടയിലും സംശയം ഉണ്ടാക്കുന്നത്. പിന്നെയാണെങ്കിൽ നമ്മുടെ ഓട ഇവരുടെ ഡെത്തിനെ പറ്റി ഒരു ശരിക്കുള്ള ഒരു കൺഫർമേഷൻ തന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് മാമും കായിഡോ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് പലർക്കിടയിലും സംശയമുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസറും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ബിഗ് മാമിനെയും കായിഡോനെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവർ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബിഗ് മാമു വോൾക്കാനോയിലേക്ക് വീഴുന്ന സമയത്ത് ബിഗ് മാമിന് സാരമായിട്ടുള്ള ഇഞ്ചുറീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് മാമു വോൾക്കാനോയിൽ വീണാലും എനിക്ക് തോന്നുന്നില്ല മരിക്കുമെന്ന്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വാനോ ആർക്കിൽ നമ്മുടെ ഓടനെ ഒരു ബോയിലിംഗ് വാട്ടറിലിട്ട് പൊരിക്കുന്നത്. അപ്പം നമ്മുടെ ഓടൻ ഇത്ര നേരം പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഓടൻ്റെ ബോഡിനേക്കാൾ എത്രയോ ഡ്യൂറബിളാണ് നമ്മുടെ ബിഗ് മാമിൻ്റെ ബോഡി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് മാമ എനിക്ക് തോന്നുന്നില്ല വോൾക്കാനോയിൽ വീണത് കൊണ്ട് മരിക്കുമെന്ന്. ഒരു പക്ഷേ നമ്മുടെ ബിഗ് മാമു അത് സർവൈവ് ചെയ്തിട്ടുണ്ടാകും. പിന്നീട് ഇതുവരെ നമ്മുടെ ബിഗ് മാമിനെ കുറിച്ചോ മറ്റുള്ള ബിഗ് മാം പൈററ്റ്സിനെ കുറിച്ചോ ഒന്നും തന്നെ നമ്മുടെ സ്റ്റോറിയിൽ മെയിനായിട്ട് കാണിക്കുന്നില്ല. ഒരു പക്ഷേ ആ വീഴ്ചയിൽ നമ്മുടെ ബിഗ് മാമിന് എന്തെങ്കിലും നല്ല രീതിക്കുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടാകും. എന്തായാലും വോൾക്കാനോയിലേക്കല്ലേ വീണത്, അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഇഞ്ചുറി പറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ കായിഡോ ആണ്. നമുക്കറിയാം കായിഡോ വളരെ ഡ്യൂറബിളാണ്. ബിഗ് മാമിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് വൺ പീസിൽ തന്നെ ഏറ്റവും ഡ്യൂറബിളായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരാളാണ് നമ്മുടെ കായിഡോ എന്നാണ്. അപ്പോൾ നമ്മുടെ കായിഡോ നമ്മുടെ വോൾക്കാനോയിലേക്ക് വീണതുകൊണ്ട് ചാൻ ചാൻസ് ഉണ്ടോ, അതും ഇല്ല. പക്ഷേ നമ്മുടെ കായിഡോൻ്റെ കാര്യത്തിൽ നമ്മുടെ ബിഗ് മാമിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കായിഡോ നമ്മുടെ വോൾക്കാനോയിലേക്ക് വീഴുന്ന സമയത്ത് അൺകോൺഷ്യസ് ആയി പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കായിഡോ മരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കായിഡോ അൺകോൺഷ്യസ് ആയിട്ടാണ് നമ്മുടെ വോൾക്കാനോയിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കായിഡോ ചിലപ്പോൾ അവിടെ മരിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇതിനും നമുക്കൊരു 50-50 ചാൻസ് മാത്രമേ പറയാൻ പറ്റൂ. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ ബിഗ് മാമും കായിഡോവും വളരെ ഡ്യൂറബിളാണ്. അതുപോലെ തന്നെ അവർ വളരെ മെയിനായിട്ടുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. ഇനി ഒരു പക്ഷേ നമ്മുടെ വൺ പീസിൻ്റെ ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമ്മുടെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇവർ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് നമ്മുടെ വാനോ കണ്ടതുപോലെ അത്ര പവർ ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ പവർ ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഒരുപക്ഷെ നമ്മുടെ ലൂവിയുടെ എനിമി ആയിട്ടായിരിക്കില്ല തിരിച്ചു വരാൻ ചാൻസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരും കൂടെ നമ്മുടെ ഫൈനൽ വാറാകുമ്പോഴേക്ക് തിരിച്ച് വന്നിട്ട് നമ്മുടെ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഫൈറ്റ് എന്തായാലും പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. വൺ പീസ് ഒരു 2-3 കൊല്ലത്തെ കൂടെ പിന്നെയും നീളും. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഓട അങ്ങനെയൊന്നും എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. ഇനി ഇവർ തിരിച്ച് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ലൂഫിനെ സഹായിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇത്രയാണ് എനിക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ബിഗ് മാമും നമ്മുടെ കായിഡോവും മരിക്കാൻ ചാൻസ് വെറും 50%, അതുപോലെ തന്നെ ജീവിക്കാനും 50% തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ടാർഗറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ആക്കാനും കൂടി ഒന്ന് ശ്രമിക്കുക. എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു എടുക്കുന്നത്. ബൈ ബൈ.